മരിച്ചുപോയ വിശുദ്ധരോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ അനേകം തെറ്റുകളും വൈരുദ്ധ്യങ്ങളും പ്രയോജനമില്ലായ്മയും അപകടങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ ചില പരിശോധനകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം സഭകളിൽ കാണുന്ന രീതികളിലുള്ള മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥത്തിന് എന്തെങ്കിലും ന്യായീകരണമോ ഉദാഹരണമോ ഉപദേശമോ സൂചനയോ ബൈബിളിലില്ല. ബൈബിളിൻ്റെ മൊത്തമായ ഊന്നൽ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ സമ്പ്രദായത്തിന് എതിരാണെന്ന് സൂക്ഷ്മമായി ദൈവവചനം പരിശോധിച്ചാൽ വ്യക്തമായിത്തീരും. ക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, അപ്പോസ്തലന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്ന കാര്യമാണ്. മനുഷ്യരെ ദൈവത്തെ പോലെയാക്കി ആദരിക്കുകയും ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത് ദൈവവിരുദ്ധമായ കാര്യമാണ്. ആരായിരുന്നാലും ഏതു രീതിയിലായിരുന്നാലും ദൈവതുല്യതയിലേക്ക് മനുഷ്യരെ ഉയർത്താനുള്ള മനോഭാവം ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ പരസ്യമായ യുദ്ധമാണ്. ചില മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോഴും മറ്റു ചിലർക്ക് മരണശേഷവും അതുല്യമായ ദിവ്യതയുടെയും പരിശുദ്ധിയുടെയും പരിവേഷം നൽകി വണങ്ങുന്നത് തികച്ചും തെറ്റാണ്. ബൈബിൾ വിരുദ്ധമായ പ്രാർത്ഥനയും പാരമ്പര്യങ്ങളും വിഗ്രഹാരാധനയായി അധപ്പതിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരിൽ അനവധി ദൈവവചന വിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഇന്ന് നിലവിലിരിക്കുന്നു എന്നത് തർക്കമറ്റ വസ്തുതയാണ്. ഇത്തരം അനാചാരങ്ങൾ ഇന്ന് പലരെയും വിഗ്രഹാരാധന എന്ന മാരകമായ പാപത്തിന് അടിമകളാക്കി തളച്ചിട്ടിരിക്കുകയാണ്. മരിച്ച ചില വ്യക്തികളെ ജനങ്ങളുടെ ആരാധന പിടിച്ചു പറ്റുവാൻ ഉതകുമാറ് ഉയർത്തി കാണിക്കുവാനുള്ള ഒരു പ്രവണത ഇന്ന് പല സഭകളിലും കാണാം. അത്തരം വ്യക്തിത്വങ്ങളെ ചുറ്റിപ്പറ്റി തിരുശേഷിപ്പ്, തിരുസ്വരൂപ വണക്കം, തീർത്ഥാടനം, നേർച്ച, പലവിധ ആഘോഷങ്ങൾ എന്നിവയും നടന്നു വരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഇവയ്ക്ക് ക്രിസ്തീയ ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, അവ ക്രിസ്തു വിരുദ്ധമാണ്, ബൈബിൾ വിരുദ്ധമാണ്, ദൈവവചന വിരുദ്ധമാണ്, അപ്പസ്തോലിക വിരുദ്ധമാണ്. അപ്പസ്തോലിക പിന്തുടർച്ച അതിലില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അപ്പസ്തോലിക പിന്തുടർച്ചയുണ്ട് എന്ന് പറയുന്നത് ലോകപരാജയമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരെ അപ്പസ്തോലിക പിന്തുടർച്ചയില്ല എന്ന് പറഞ്ഞ് അവർ പുറന്തള്ളുവാനും ശ്രമിക്കും. ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തു വിരുദ്ധമായ ആത്മീയതയെ ആഘോഷിക്കുന്നത് ഇവർക്കൊക്കെ പറ്റുന്ന വളരെ ഗുരുതരമായൊരു പാപമാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, മരിച്ച വിശുദ്ധർ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മധ്യസ്ഥരല്ല. പുണ്യവാന്മാരുടെ ഐക്യമെന്നൊക്കെ പറഞ്ഞ് അവരൊരു തത്വസംഹിത ഉണ്ടാക്കുന്നതല്ലാതെ അതൊന്നും ബൈബിളിൻ്റെ പ്രബോധനങ്ങൾക്ക് യോജിച്ചവയല്ല, മനുഷ്യരുടെ ഊഹങ്ങൾ മാത്രമാണ്. ഇന്ന് നാം സഭകളിൽ കാണുന്ന രീതികളിലുള്ള മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥത്തിന് യാതൊരു ന്യായീകരണവും ബൈബിളിലില്ല. മരിച്ച വിശുദ്ധരോടുള്ള പ്രാർത്ഥനയ്ക്ക് യാതൊരു ഉദാഹരണവും ബൈബിളിൽ നാം കാണുന്നില്ല. ബൈബിളിൽ ആരും മരിച്ച വിശുദ്ധരോട് പ്രാർത്ഥിച്ചിട്ടില്ല. മാത്രമല്ല, അവരോട് പ്രാർത്ഥിക്കണമെന്ന ഉപദേശവും നാം കാണുന്നില്ല. അതേപ്പറ്റി അപ്പസ്തോലന്മാർ സൂചിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി മനുഷ്യനോട് മധ്യസ്ഥത നടത്തുന്നത് അപകടമാണെന്ന വസ്തുത 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം നന്നായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. സോളമൻ്റെ അമ്മയായ ബത്ശേബ അദോനിയായ്ക്ക് വേണ്ടി സോളമൻ രാജാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം പറഞ്ഞതിൻ്റെ ഫലമായി അദോനിയ കൊല്ലപ്പെട്ടു. ബൈബിളിലെ മധ്യസ്ഥൻ്റെ യോഗ്യതകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിൽ ദൈവത്തോടുള്ള അപേക്ഷയാണ്. യാചന യോഗ്യതയെ ഒന്നും അശേഷം പരിഗണിക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി അഭ്യർത്ഥിക്കുന്നതാണ്. നമ്മുടെ യാചനകൾ ദൈവം കേൾക്കുന്നു എന്നതിൻ്റെ ഉറപ്പ് നമ്മുടെ മധ്യസ്ഥനായ യേശു അവയെ ദൈവസന്നിധിയിൽ വയ്ക്കുന്നു എന്നതാണ്. എന്നാൽ ശുപാർശ മധ്യസ്ഥത്തിൽ ഇടനിലക്കാരൻ ആവശ്യക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി പണം നേർച്ചയായി സ്വീകരിച്ചിട്ട് ആവശ്യക്കാരൻ യഥാർത്ഥത്തിൽ അർഹിക്കാത്ത കാര്യം സാധിച്ചു കൊടുക്കുന്നു.
ശുപാർശ മധ്യസ്ഥത്തിൻ്റെ നേരെ വിപരീതമാണ് യേശു നമുക്ക് വേണ്ടി വഹിക്കുന്ന മധ്യസ്ഥം. യേശുവിൻ്റെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ യേശുവിൻ്റെ യോഗ്യതയുടെ മാത്രം അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് യേശു നമ്മുടെ ഏക മധ്യസ്ഥനായിരിക്കുന്നത്. യേശുവിന് മാത്രമാണ് ഒരു മധ്യസ്ഥനാകുവാനുള്ള യോഗ്യത നിത്യതയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വച്ചിട്ടാണ് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒരു വലിയ വ്യാപാര സംവിധാനമായി ഇന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മരിച്ചുപോയ വിശുദ്ധരുടെ പുണ്യയോഗ്യതകൾ ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥതയ്ക്കായി സ്വീകാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. നീതിമാൻ എന്ന് ദൈവം എടുത്തു പറയുന്ന ദാനിയേൽ പോലും സ്വന്തം നീതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് എന്ന് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ മനുഷ്യൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അർപ്പിക്കേണ്ടത്. സ്വർഗത്തിലുള്ള മരിച്ച വിശുദ്ധരോട് യാചിക്കുന്നതിലൂടെ നാം അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇത് ദൈവം ബൈബിളിലൂടെ അംഗീകരിച്ച രീതിക്ക് ഘടകവിരുദ്ധമാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് ദാവീദിനോടോ മോശയോടോ അല്ല, മറിച്ച് ദൈവത്തോട് മാത്രമാണ്. അതിനാൽ എല്ലാ പ്രാർത്ഥനയും ദൈവത്തോട് മാത്രമേ ആകാവൂ എന്ന് ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് വ്യക്തമാകുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. മനുഷ്യന് സ്വന്തം യോഗ്യതകൾ കൊണ്ട് രക്ഷ പ്രാപിക്കാമായിരുന്നു എങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം ദൈവത്തിൻ്റെ ഒരു പാഴ്വേലയാകുമായിരുന്നു. മരിച്ച വിശുദ്ധരുടെ എന്നല്ല ആരുടെയും സ്വന്തം നീതിയും യോഗ്യതയും ദൈവത്തിന് സ്വീകാര്യമല്ല. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ് എന്ന് യെശയ്യായുടെ പ്രവചന പുസ്തകം 64-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വിശുദ്ധരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയും മധ്യസ്ഥവും നമ്മെ സ്വന്തം യോഗ്യതയാൽ നീതിയുള്ളവനെന്ന തെറ്റായ ഒരു മനോഭാവത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. സ്വന്തം നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മധ്യസ്ഥനായി നിൽക്കാനും മധ്യസ്ഥത ചെയ്യുവാനും കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്കും ദൈവത്തിനും മധ്യയുള്ള ഏക മധ്യസ്ഥൻ എന്ന സ്ഥാനം ദൈവവചനം ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. മരിച്ച വിശുദ്ധരുടെ മധ്യസ്ഥം ദൈവം സ്വീകരിക്കുമെന്നതിനോ അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ട് എന്നതിനോ ഉള്ള യാതൊരു സൂചനയും ബൈബിളിലില്ല. എന്നാൽ അതിൻ്റെ അനാവശ്യത്തെപ്പറ്റിയും അപകടത്തെപ്പറ്റിയുമുള്ള സൂചനകൾ ബൈബിളിൽ ധാരാളമുണ്ട്. അതിനാൽ യേശുവിനെ കൂടാതെ സ്വയം നീതീകരിക്കുവാൻ ശ്രമിക്കുന്നതും യേശു അല്ലാത്തവരുടെ പുണ്യയോഗ്യതകളെ ആശ്രയിക്കുന്നതും വിഗ്രഹാരാധനയാണ് എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി വരുന്ന ആത്മീയ സത്യങ്ങളാണ്. എല്ലാ വിശുദ്ധരും മനുഷ്യരാണ്. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യരെ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. വിശുദ്ധരോടുള്ള ഭക്തി യഥാർത്ഥമായി യേശുവിലേക്ക് വരുവാൻ തടസ്സമാണ് എന്ന് നാം മനസ്സിലാക്കണം. നേരിട്ട് യേശുവിലേക്ക് വരൂ. എന്താണ് തടസ്സം? യേശുവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരെ ആരും തടയരുത് എന്ന് യേശു തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമല്ലേ? അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞത്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് എന്നാണ്. അപ്പോൾ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ആത്മീയ പ്രയോജനമല്ല, ഭൗതികമായ പ്രയോജനം ചിലർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്നവർക്ക്, നേർച്ച കിട്ടുന്നവർക്ക്, അത് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പ്രയോജനമാണ്. മരിച്ചുപോയ വിശുദ്ധരുടെ പ്രാർത്ഥന പുണ്യമോ യോഗ്യതയോ കൊണ്ട് ആരെയും രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. മോശയും ശമൂവേലും എൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നോഹ, ദാനിയേൽ, യോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും
അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് എശേക്കിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നോഹയും ദാനിയേലും ഇയ്യോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണേ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. തങ്ങളുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് എശേക്കിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മോശ, ശമൂവേൽ, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവരെക്കാളൊക്കെ വലിയവരാണോ ഇന്ന് സഭകൾ വാഴിച്ചു വിടുന്ന പുണ്യവാളന്മാർ? ദൈവവചനത്തെപ്പറ്റി അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്ത് സ്വയം വഷളാകുവാൻ ദൈവജനം ഒരിക്കലും തങ്ങളെ തന്നെ വിറ്റുകളയുകയില്ലായിരുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാവില്ല. അതിനാൽ അങ്ങനെ നിദ്രയിലായിരിക്കുന്നവരോട് നാം പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ച വിശുദ്ധരിൽ നിന്ന് സഹായമൊന്നും ലഭ്യമല്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ബൈബിൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, യോജിക്കുന്നില്ല, അതിന് എതിരാണ്. മരിച്ചവർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയും എന്നതിന് യാതൊരു അടിസ്ഥാനവും ബൈബിൾ നൽകുന്നില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിനെന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അത്തരം തെറ്റായ പ്രബോധനങ്ങൾ പറയുന്നത് വെളിച്ചം കാണുകയില്ല. ദൈവം അതിനെ അനുവദിക്കുകയില്ല. അത്തരം ഭക്താഭ്യാസങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ മരിച്ച വ്യക്തികൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയോ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടിയോ ഉപകാരം ചെയ്തതിൻ്റെ തെളിവോ ഉപകാരം ചെയ്യുവാൻ കഴിയും എന്നതിൻ്റെ സൂചനയോ ബൈബിളിലില്ല. മറിച്ച് മരിച്ചവരുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും ദൈവഹിതത്തിന് വിരുദ്ധമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. മരിച്ചവർക്ക് ദൈവവുമായി ബന്ധപ്പെടാം, ജീവിച്ചിരിക്കുന്നവർക്ക് ദൈവവുമായി ബന്ധപ്പെടാം. ജീവിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്കായോ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കായോ എന്തെങ്കിലും ഉപകാരം ചെയ്യുവാൻ കഴിയും എന്നതിന് യാതൊരു സൂചനയും ബൈബിളിലില്ല. അങ്ങനെ ചെയ്യുവാൻ കഴിയും എന്ന് വരുത്തി തീർക്കുവാനുള്ള ദൈവശാസ്ത്രപരമായ ഒരു സംവിധാനം മെനയുന്ന ഒരു പരിപാടിയാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം. അതിനൊന്നും ബൈബിളിൽ ആ തരത്തിൽ അടിസ്ഥാനം ഇല്ല എന്ന് നാം മനസ്സിലാക്കുക. മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർക്കും പ്രയോജനമില്ല, നമുക്കും പ്രയോജനമില്ല. മരിച്ചുപോയ വിശുദ്ധരുടെ യഥാർത്ഥ അവസ്ഥ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയുന്ന ഒന്നല്ല. ക്രിസ്തുവിൽ മരിച്ചവരെ പറ്റി ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ എന്നാണ് ബൈബിൾ പറയുന്നത്. അവരെല്ലാം ഇപ്പോൾ ഒരു സ്വർഗീയ സ്വസ്ഥത അനുഭവിക്കുന്നു. മരിച്ചയാൾ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആർ അങ്ങയെ സ്തുതിക്കും എന്നാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങയെ സ്തുതിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ എന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്.
ദൈവം ദാനിയേലിനോട് പറഞ്ഞത്, എന്നാൽ നീ പോയി വിശ്രമിക്കുക, അവസാന ദിവസം നീ നിൻ്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ മധ്യസ്ഥതകളൊന്നുമില്ല. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരുടെ എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഉയർപ്പിക്കപ്പെടും. അതുവരെ മരിച്ചവർ നിദ്രയിൽ തന്നെയായിരിക്കും. അവർ സ്വസ്ഥതയിലായിരിക്കും. അവരുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അതായത് അവരോട് പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കുന്നില്ല, ദൈവം അത് അനുവദിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. അപ്പോൾ വ്യർത്ഥമായ ഒരു ഭക്താഭ്യാസത്തിലൂടെ സാമ്പത്തികമായ ലാഭങ്ങൾ ചിലർ നേടുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുകയും ചെയ്യുവാൻ വേണ്ടി സാത്താൻ സംവിധാനം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ആത്മീയ സംവിധാനമാണ് ഇത് എന്ന് സുബോധമുള്ളവർ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിന് ശേഷം മരിക്കുന്ന വിശ്വാസികളുടെ ശരീരം നിദ്ര പ്രാപിക്കുന്നു എന്നാണ് നാം വചനത്തിൽ കാണുന്നത്. അവരുടെ ആത്മാക്കൾ കർത്താവിനോടുകൂടെ വസിക്കുന്നു. ഉറങ്ങുന്നവർ വീണ്ടും ഉണരും എന്നതുപോലെ ക്രിസ്തുവിൽ മരിച്ചവർ ഇല്ലാതാകുന്നില്ല. അവർ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിലേക്ക് അവർ ഉയർത്തെഴുന്നേൽക്കും. നിദ്രയിലായിരിക്കുന്നവരോട് ആശയവിനിമയം നടത്തുവാൻ കഴിയുകയില്ല. മരിച്ച നിദ്രയിലായിരിക്കുന്ന ആത്മാക്കൾ സുബോധത്തോടെ ആയിരിക്കുമെന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നിന്നും വ്യക്തമാകും. അബ്രഹാമും ധനവാനും സുബോധത്തോടെ സംസാരിച്ചു. പുതിയ നിയമ വിശുദ്ധരുടെ ആത്മാക്കൾ സുബോധത്തോടെ കർത്താവുമായുള്ള ബന്ധത്തിലാണ്. എന്നാൽ അവർക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാനോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുവാനോ കഴിയില്ല. മരിച്ചുപോയ വിശുദ്ധർ നമ്മോടുകൂടെ സജീവമായ ആരാധനയിലും മറ്റ് ദൈവിക ശുശ്രൂഷകളിലും നമ്മുടെ ലൗകിക പ്രശ്നങ്ങളിലും പങ്കുകൊള്ളുന്നു എന്ന പഠിപ്പിക്കൽ ദൈവവചന വിരുദ്ധമാണ്. അത്തരം പുണ്യവാന്മാരുടെ ഐക്യമെന്ന ആ ഒരു ഉപദേശം ദൈവവചന വിരുദ്ധമാണ്. ഇത്തരം ചിന്തയ്ക്ക് ബൈബിളിൽ യാതൊരു ആധാരവുമില്ല. ഇത് വിജാതീയ ചിന്ത ക്രിസ്തുമതത്തിൽ കടന്നുകൂടി പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ ചിലർ ഇങ്ങനെ നിദ്രയിലായിരിക്കുന്നവരെ ഇപ്പോൾ തന്നെ ഉയർപ്പിച്ച് അവരെ മധ്യസ്ഥരാക്കുവാൻ ശ്രമിക്കുന്നു. ഇത് ദൈവത്തോടുള്ള ഒരു മല്ലടിക്കലാണ്. ദൈവം തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയ തൻ്റെ സംവിധാനത്തിനെതിരെ മല്ലടിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന അബദ്ധങ്ങളെപ്പറ്റിയും നാം അല്പമായി ചിന്തിക്കണം. അപ്പോൾ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. വിശുദ്ധരോടുള്ള നമ്മുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നു എന്നും അവർക്ക് അത് ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിയുമെന്നും അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും അവരുടെ ഒത്താശകൾ ദൈവം അംഗീകരിക്കുമെന്നും അവർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുമെന്നുമൊക്കെയുള്ള സത്യവിരുദ്ധമായ, യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമായ ഊഹങ്ങൾ ശരിയാണ് എന്നതിന് യാതൊരു തെളിവും അടിസ്ഥാനവും ബൈബിളിലില്ല, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലില്ല, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലില്ല. അവരാരും അത് പഠിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം വെറും അടിസ്ഥാനരഹിതങ്ങളായ ഊഹങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഊഹങ്ങളാണ്. മനുഷ്യൻ തന്ത്രപരമായി ദൈവവചനത്തിന് വിരുദ്ധമായി നിർമ്മിച്ചെടുത്ത പാരമ്പര്യങ്ങളാണ്. അതൊക്കെ മനുഷ്യൻ്റെ രക്ഷയ്ക്കും ആത്മനഷ്ടത്തിനും നിത്യനരകത്തിനും ഹേതുവായി തീരുകയുള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും വിശുദ്ധന്മാരോടോ മറിയത്തോടു പോലുമോ അവർ ജീവിച്ചിരുന്നപ്പോഴോ മരിച്ച ശേഷമോ പ്രാർത്ഥിച്ചതായി എന്തെങ്കിലും തെളിവോ സൂചന പോലുമോ ബൈബിളിലില്ല. അതുമാത്രമല്ല, വിശുദ്ധർ തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ ജീവിതകാലത്തോ മരണശേഷമോ തങ്ങളോട് പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെ ചെയ്താൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തരാമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിയവും മറ്റു വിശുദ്ധരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർ സാധാരണ മനുഷ്യരായിരുന്നു.
അതിനാൽ അവർക്ക് എല്ലാവരുടെയും പ്രാർത്ഥന ഒരേ സമയത്ത് കേൾക്കാനോ അതിന് ഉത്തരം കൊടുക്കാനോ ഉള്ള അധികാരമോ ശക്തിയോ കഴിവോ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവും ബുദ്ധിയും ഇന്ന് പലർക്കും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിനൊന്നും അസാധാരണമായ ബുദ്ധിശക്തിയുടെ ആവശ്യമൊന്നുമില്ല. സാമാന്യ ബോധം മതി. സാത്താൻ്റെ ആ കെട്ടിൽ നിന്നും പുറത്തു വന്നാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ ബന്ധനത്തെ പൊട്ടിക്കണം. അതുകൊണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ അവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് അവരോ ദൈവമോ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. വിശുദ്ധർ ദൈവത്തെപ്പോലെ സർവ്വവ്യാപികളോ സർവജ്ഞാനികളോ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന അനേകരുടെ അപേക്ഷ ഒരേ സമയം കേൾക്കുവാനോ അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ സാധിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ കാര്യമല്ലേ? ദൈവികമായ പ്രയോജനമില്ലാത്തതും അപകടകരവുമായ ഇത്തരം മധ്യസ്ഥ പ്രാർത്ഥനാ സമ്പ്രദായത്തിന് കാരണം മുഖ്യമായതിനെ അവഗണിക്കുകയും അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ ലാഭക്കൊതി മൂലം അമിത പ്രാധാന്യം കൊടുക്കുന്നതുമാണ്. ഏറ്റവും പ്രഥമമായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകൾക്ക് പിന്നാലെ പോയി സാത്താൻ്റെ കെണിയിൽപ്പെടുന്ന വലിയ പരിതാപകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചവരിൽ ആരെല്ലാം സ്വർഗത്തിലാണ് എന്നത് ദൈവത്തിന്, യേശുക്രിസ്തുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം അത് തീരുമാനിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. യേശുവാണ് വിധികർത്താവ്. അതിനാൽ മനുഷ്യർ പ്രാർത്ഥിച്ച് മധ്യസ്ഥം അപേക്ഷിക്കുന്ന വിശുദ്ധരിൽ പലരും മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടവരാണെങ്കിലും ദൈവസന്നിധിയിൽ യഥാർത്ഥ വിശുദ്ധരാണോ എന്നുള്ളത് ഓരോ മനുഷ്യനും സംശയമന്യേ പറയാൻ കഴിയുന്ന കാര്യമല്ല, സാധ്യമല്ല. അതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാവുന്ന നമ്മുടെ സമയം ദൈവത്തിൻ്റെ സൃഷ്ടികളായ വിശുദ്ധരോട് പ്രാർത്ഥിച്ച് പാഴാക്കുന്നത് ബുദ്ധിശൂന്യമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ ദൈവികത്വം കൊടുത്ത് സത്യദൈവത്തെ ഉപേക്ഷിക്കാൻ ഇടവരുന്നത് വലിയ തിന്മയും പരാജയവുമാണ്. ദൈവം പറയുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകൾക്ക് പിന്നാലെ പോകുന്ന ഒരു ആത്മീയ സമ്പ്രദായമാണ് ഇത്തരം വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഏക മധ്യസ്ഥനായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അതുകൊണ്ട് നാം മരിച്ചവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട്. അവൻ എന്നേക്കും ജീവിക്കുന്നവനാകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നു. എന്നാൽ വിശുദ്ധർക്ക് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൽ പോലും വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പുറത്തുള്ള മധ്യസ്ഥരെ നമുക്ക് ആവശ്യമില്ല. യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാത്തവരും മാനസാന്തരപ്പെടാത്തവരും സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരുമാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൈബിളിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരാൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളാനും യോഗ്യൻ. പല സ്ഥലത്തു നിന്നുള്ള അനേകരുടെ ഒരേ സമയത്തുള്ള പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യുവാൻ കഴിവുള്ളത് സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ. ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമായ വിശുദ്ധർക്ക് അതിനുള്ള യോഗ്യതയും കഴിവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രാർത്ഥന കേൾക്കുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നയാൾ സർവജ്ഞാനിയായിരിക്കണം. അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത അപേക്ഷകൾ ആത്മാർത്ഥതയുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. മാത്രമല്ല, ചിലപ്പോൾ ചോദിക്കുന്നതെല്ലാം അവയുടെ ആവശ്യകതയെ ശരിയായി വിലയിരുത്താതെ കൊടുത്തെന്നുമിരിക്കും.
എന്നാൽ സർവജ്ഞാനിയായ ദൈവം നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായി തീരുമെങ്കിൽ മാത്രമേ അവ നമുക്ക് നൽകുകയുള്ളൂ. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കായി മധ്യസ്ഥം ചെയ്യണം. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോടാണ് നാം പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ മരിച്ച വിശുദ്ധരോടല്ല, ജീവിച്ചിരിക്കുന്ന വിശുദ്ധരോടാണ്, ശരിയായ ക്രിസ്തീയ വിശ്വാസികളോടാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നവരോടാണ് പ്രാർത്ഥന അഭ്യർത്ഥിക്കേണ്ടത്. അത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരുവൻ രോഗിയാണെങ്കിൽ അവനെ എണ്ണ പൂശി മൂപ്പന്മാർ കൂടി ചെന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അയാൾക്ക് സൗഖ്യം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതാണ് പ്രാർത്ഥനയുടെ രീതി വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മോശയും അഹ്റോനും ജീവിച്ചിരിക്കുന്നവർക്കായി മധ്യസ്ഥം വഹിച്ചു എന്നാണ് നാം കാണുന്നത്. മരിച്ചവർ പോയി, അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ, റോമാലേഖനം 15-ാം അധ്യായത്തിൽ ഇവയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിൽ അനേക തെളിവുകളുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനുമുള്ള മനസ്സാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ദൈവമക്കൾ മരിച്ച വിശുദ്ധരോട് പ്രാർത്ഥിക്കണമെന്നല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആരാണ് ദൈവസന്നിധിയിൽ വിശുദ്ധർ? സഭകൾ പ്രസ്താവിക്കുന്ന വിശുദ്ധരാണോ ദൈവത്തിൻ്റെ വിശുദ്ധർ? സഭാപ്രസ്ഥാനങ്ങളുടെ വിശുദ്ധർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരാണോ? ഭക്തിയോടെ ദൈവവചനം വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്നവർ വിശുദ്ധരല്ലേ? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. യേശു ക്രിസ്തുവിലുള്ള വ്യക്തിപരമായ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും വിശുദ്ധരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ. ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. ബൈബിൾ പ്രകാരമുള്ള വീണ്ടും ജനനവും രക്ഷയും വിശുദ്ധ പദവിയും എന്താണ് എന്ന് അറിയാത്തവരാണ് ചില സഭകൾ പ്രഖ്യാപിക്കുന്നവർ മാത്രമാണ് വിശുദ്ധർ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത്തരക്കാർ മനുഷ്യരാൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവർക്ക് ദൈവിക പരിവേഷം നൽകുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ സഭയാണ് ഒരാളെ വിശുദ്ധരാക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ വചനപ്രകാരം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം വീണ്ടും ജനിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളിലേക്ക്, സ്വർഗീയമായ അവകാശത്തിലേക്ക് നാം വീണ്ടും ജനിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ആ ഒരു സംഭവമാണ്. അങ്ങനെ വിശുദ്ധമായി ജീവിക്കുമ്പോൾ, ദൈവവചനപ്രകാരം വിശുദ്ധമായി ജീവിക്കുമ്പോഴാണ് ഒരു വിശുദ്ധ ഉണ്ടാകുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രസ്ഥാനക്കാരോ നേതാക്കന്മാരോ തിരഞ്ഞെടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതല്ല ബൈബിളിലെ വിശുദ്ധർ എന്ന് നാം മനസ്സിലാക്കണം. ഒരാളെ വിശുദ്ധനാണെന്നോ അല്ലെന്നോ വിധിക്കുവാനുള്ള അധികാരം യേശുവിന് മാത്രമേ ഉള്ളൂ. സഭാ സംഘടനകൾക്ക് ആരെയും വിശുദ്ധനാക്കുവാൻ കഴിയില്ല. മരിച്ചവരെ പ്രാർത്ഥിച്ച് വിശുദ്ധരാക്കാനാവില്ല. യഥാർത്ഥത്തിൽ വിശുദ്ധനാകുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ്, മരിച്ചതിന് ശേഷമല്ല. എന്നാൽ ചില സഭകൾ മരിച്ചുപോയ ചിലരെ സഭയുടെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ വിശുദ്ധരാകണമെന്നില്ല. ചില സഭാ സംഘടനകൾ ചിലരെ മാത്രം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിലൂടെ വളരെ ലളിതമായ ബൈബിൾ സത്യത്തെ കോട്ടിക്കളയുകയും വികലമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം പോരെന്നും സഭാപ്രസ്ഥാനത്തിൻ്റെ അംഗീകാരം കൂടി ഉണ്ടെങ്കിലേ വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ കഴിയൂ എന്നുമുള്ള സത്യവിരുദ്ധമായ മറ്റൊരു സുവിശേഷം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ അവർ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി അത്തരം അംഗീകാരം ലഭിക്കാത്തവർ താൻ വിശുദ്ധനല്ലല്ലോ എന്ന വിചാരത്താൽ അടിച്ചമർത്തപ്പെടുകയും സഭാപ്രസ്ഥാനത്തിൻ്റെ സർവാധിപത്യത്തിന് മുമ്പിൽ സ്വയം അടിയറവ് പറയുകയും ചെയ്യുന്നു. സഭയിൽ വിശുദ്ധരും വിശുദ്ധരല്ലാത്തവരും പുരോഹിതരും പുരോഹിതരല്ലാത്തവരും എന്നൊക്കെയുള്ള വേർതിരിവ് നിലനിർത്തുന്നത് തികച്ചും
ദൈവവചന വിരുദ്ധമായ ഒരു പാരമ്പര്യമാണ്. അത് സഭാ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇതെല്ലാം ആത്മീയ അടിമത്തത്തിൽ ജനങ്ങളെ തളച്ചിടാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തന്ത്രങ്ങളും മാത്രമാണ്. സത്യസഭയിൽ നിന്നും ഇതിനെയൊക്കെ പുറത്താക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു. ദൈവവചനം വായിച്ചെങ്കിലല്ലേ ഇത്തരം സത്യങ്ങളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് ജനത്തിനും നേതാക്കൾക്കും ഉണ്ടാവും. അവരത് ചെയ്യത്തില്ല. മരിച്ചവരെ ദൈവത്തെ പോലെയാക്കുന്ന രീതി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലതരം ആരാധനാമൂർത്തികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് യേശു മാത്രമായിരുന്നു ആരാധനാമൂർത്തി. പിന്നീട് റോമാമതത്തിൻ്റെ സ്വാധീനം വിദേശ വിശുദ്ധരെ ഇറക്കുമതി ചെയ്തു. കുറേ കാലമായി ഇപ്പോൾ സ്വദേശീയ വിശുദ്ധരും ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും അവരൊക്കെ തന്നെ പുരോഹിത വർഗത്തിൽപ്പെടുന്നവരാണ്. ഇനിയും കുറേ കാലം കൂടി കഴിയുമ്പോൾ ചില അൽമായരെയും വിശുദ്ധരുടെ പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അധികാരവൃന്ദം നിർബന്ധിതരായേക്കാം. ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ സഭകൾ പരിഗണിക്കുന്ന യോഗ്യതകൾ ദൈവവചനാനുസൃതമാണോ അതോ സഭയുടെ പാരമ്പര്യത്തിനനുസൃതമാണോ എന്ന് ചിന്തിക്കേണ്ടതും ഒരു കാര്യമാണ്. സഭാ പാരമ്പര്യപ്രകാരം ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അയാൾ സഭയുടെ വിശുദ്ധനാകുന്നു. ദൈവം അയാളെ വിശുദ്ധനായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സഭ അയാളെ വിശുദ്ധനായി അംഗീകരിക്കുന്നു. ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് കൊണ്ട് സഭാപ്രസ്ഥാനത്തിന് ചില പ്രയോജനങ്ങളുണ്ടായേക്കാം. ദൈവവചനപ്രകാരം ജീവിക്കുന്നയാൾ ദൈവത്തിന് വിശുദ്ധനാണ്. സഭാലോകം അയാളെ വിശുദ്ധനായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം അയാളെ വിശുദ്ധനായി അംഗീകരിക്കുന്നു. ചിലരെ സഭയും ദൈവവും വിശുദ്ധരായി അംഗീകരിക്കുന്നു. ചിലരെ ദൈവം വിശുദ്ധരായി അംഗീകരിക്കുന്നു, എന്നാൽ സഭ അംഗീകരിക്കുന്നില്ല. ചിലരെ സഭ വിശുദ്ധരായി അംഗീകരിക്കുന്നു, പക്ഷേ ദൈവം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയും വരാം. മരിച്ച ചില വ്യക്തികളെ ജനങ്ങളുടെ ആരാധന പിടിച്ചുപറ്റുവാൻ ഉതകുമാർ ഉയർത്തി കാണിക്കാനുള്ള ഒരു പ്രവണത ഇന്ന് പൊതുവെ കാണാവുന്നതാണ്. അത്തരം വ്യക്തിത്വങ്ങളെ ചുറ്റിപ്പറ്റി തിരുശേഷിപ്പ്, തിരുസ്വരൂപ വണക്കം, തീർത്ഥാടനം, നേർച്ച, പലവിധ ആഘോഷങ്ങൾ എന്നിവയും നടന്നു വരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന യോഗ്യമായ ആത്മീയ ആരാധനാ രീതിയാണെന്ന് ന്യായീകരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശുവിൻ്റെ സ്ഥാനത്തേക്ക് മറിയത്തെയും വിശുദ്ധരെയും സ്ഥാനാരോഹണം നടത്തി ദൈവാരാധനയെ അട്ടിമറിച്ച് മനുഷ്യാരാധന നടത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം കുഴച്ചിലിനെല്ലാം അടിസ്ഥാന കാരണം യേശുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോയി എന്നുള്ളത് മാത്രമാണ്.